ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് മാങ്ങയിട്ട നല്ലൊരു മീൻകറിയാണ്. അതിനായിട്ട് നല്ല പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ആവോലി മീനാണ്. പിന്നെ ഇതിലേക്ക് അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി അല്ലികൾ ചേർക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തോടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഫെനൽ സീഡ്, വലിയ ജീരകം, ആവശ്യത്തിനുള്ള വെള്ളം, ഇത്രയും ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നല്ലൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്രയാണോ അതുകൂടെ ഈ ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ 3-4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമാങ്ങ തൊലി കളഞ്ഞത് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഞാനിതിലേക്കൊരു 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കറിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. ഏത് മീൻ വേണേലും ചേർക്കാം. അയലയൊക്കെ ആണെങ്കിലും ഇതിന് നല്ലതാണ് മാങ്ങയിട്ട മീൻ കറിക്ക്. അപ്പോൾ ഞാനിതിലേക്ക് ആവോലി മീനാണ് ചേർക്കുന്നത്. മീനെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതോടെ ചേർത്ത് കൊടുക്കാം. 1-2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് മുളക് പൊടി കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി താളിച്ച് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച മാങ്ങയിട്ട നല്ല ആവോലി മീൻകറി തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻകറി റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഈ ഒരു സമയത്ത് ഇതുപോലെ ഒരു മീൻകറി തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ഈ ഒരു മാങ്ങയിട്ട മീൻകറിയും അതുപോലെ കുറച്ച് കപ്പയും ഒക്കെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പയുടെ മുകളിലായിട്ട് ഈ ഒരു മീൻകറി ഒഴിച്ചു കൊടുക്കാം. നല്ല ഒരു ടേസ്റ്റി മീൻകറിയാണ് ഈ ഒരു മാങ്ങ ഇട്ടത്. പിന്നെ ഒരു മീൻ പൊരിച്ചത് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഊണ്. അപ്പോൾ ഈ ഒരു മീൻകറി എല്ലാവരും തയ്യാറാക്കി നോക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.